പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച മന്ത്രി എം പി രാജേഷ്. പെരളശ്ശേരി ശുചിത്വത്തിന്റെ അനുകരണീയമായ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം കാണുന്നിടത്ത് വലിച്ചെറിയുന്നത് ശരിയായ രീതിയല്ല. ശുചിത്വത്തിനായുള്ള ഇടപെടൽ സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. ജനങ്ങളെ അണിനിരത്തി മാത്രമേ ഇത്തരം മാതൃകകൾ സാധ്യമാകൂ. 89% വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നുണ്ട്. മാർച്ച് മാസത്തോടെ ഇത് 100% ആക്കണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. 1.5 കൊല്ലം മുമ്പ് നാം ഇത് നല്ല കാര്യം വന്നാലും അതിനെതിരെ നിൽക്കുന്ന കുറച്ച് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, അല്ലെ, വീഡിയോ ഇടും, കൊടുക്കരുത് ഹരിത കർമ്മസേനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ എന്താ പറയും, എന്തൊരു വൃത്തിയാണ് ദുബായിയുടെ റോഡുകൾക്ക് എന്നും ചോദിക്കും, അല്ലെ. സിംഗപ്പൂരിൽ കണ്ടിട്ടുണ്ടോ? എന്താണ് നമ്മുടെ നാട് അങ്ങനെ ആവാത്തത്? പക്ഷെ ഹരിത കർമ്മസേന വന്ന കാശും കൊടുക്കില്ല. അവരോട് ഇവിടെ മാലിന്യൊന്നുമില്ല. എന്നിട്ട് വീടിന്റെ പിന്നമ്പുറത്ത് കൊണ്ട് കത്തിക്കും, അല്ലെങ്കിൽ വല്ലവരുടെയും പറമ്പിലേക്ക് എടുത്ത് വെച്ചെറിയും. ഇന്നിവിടെ ചെയ്തു എന്ന് പറഞ്ഞു. അസാമാന്യ ധൈര്യം വേണ്ട. ഇത്രയും ആളുകൾ അധ്വാനിച്ച് ഒരു പ്രദേശം മുഴുവൻ വൃത്തിയാക്കി സൂക്ഷിച്ചത് കണ്ടിട്ടും മാലിന്യം കൊണ്ടുപോയിട്ട് പൊതുസ്ഥലത്തിട്ടുണ്ടെങ്കിൽ 1-ാം നമ്പർ സാമൂഹ്യ വിരുദ്ധർക്ക് മാത്രമേ പറ്റൂ. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ഷീബ അധ്യക്ഷയായി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ബാലഗോപാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ.കെ. സുഗതൻ, എൻ. ബീന, എ. ശൈലജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി. പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത വിദ്യാലയം, ഹരിത കലാലയം, ഹരിത ടൗൺ, ഹരിത പൊതുയിടം, ഹരിത ടൂറിസം പ്രഖ്യാപനങ്ങൾ എന്നിവ പഞ്ചായത്ത് ഇതിനോടകം പൂർത്തീകരിച്ചു. 18 വാർഡുകളിലും ശുചിത്വ പ്രഖ്യാപനവും നടന്നു. 6 ടൗണുകളെയും മാലിന്യമുക്തമായി ഇതിനോടകം പ്രഖ്യാപിച്ചു. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് DPR തയ്യാറാക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കർമ്മപദ്ധതി തയ്യാറാക്കി ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.